ഹായ് മെഹർമോൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കും സുഖമാണ്. മെഹർമോൾക്ക് ജലദോഷമുണ്ടോ? മരുന്ന് കുടിച്ചോ? റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്താണത്? മെഹർമോൾക്ക് ഇഷ്ടമുള്ള സാധനമാണോ? ആകാശവെള്ളരിയാണോ? മെഹർമോൾക്ക് ഇഷ്ടമാണോ അത് കഴിക്കാൻ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് നല്ല മധുരമുള്ള പഴമാണ് ആകാശവെള്ളരി. മെഹർമോൾക്ക് ഇഷ്ടമാകും. ഒന്ന് കഴിച്ചു നോക്കിയാൽ. ആകാശത്ത് പടർന്നു വളരുന്നത് കൊണ്ടാണ് ഇതിന് ആകാശവെള്ളരി എന്ന് പേര് വന്നത്. ആഹാ, ഉമ്മയാണോ പേരിട്ടതെന്ന് കരുതിയത്? നല്ല പേരാണല്ലേ. ആകാശത്തേക്ക് നോക്കിയേ, മേഘങ്ങളൊക്കെ കാണാനുണ്ടോ? കുറച്ച് മതിലാണല്ലേ. ആകാശത്തേക്ക് നോക്കിയാൽ എന്താണ് കാണാനുള്ളത്? സൂര്യൻ കാണാം. ഈ ആകാശ ആകാശവെള്ളരി ഒരു പച്ചക്കറിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണോ? ആകാശവെള്ളരിയിൽ ധാരാളം നാരുകളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും. മെഹർമോൾക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമാണോ? ഓ, ഒരു ഓർമ്മപ്പെടുത്തൽ, ഞാൻ വൈദ്യോപദേശമോ രോഗനിർണയമോ നൽകുന്നില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായി സംസാരിക്കണം. ആകാശവെള്ളരി പന്തൽ കെട്ടി പടർത്തി വളർത്തുന്ന പച്ചക്കറിയാണ്. നല്ല സൂര്യപ്രകാശവും വളക്കൂറുള്ള മണ്ണും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത് കൃഷി ചെയ്യാവുന്നതാണ്. മെഹർമോൾക്ക് പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? തീർച്ചയായും. ആകാശവെള്ളരി പച്ചയ്ക്ക് കഴിക്കാൻ നല്ലതാണ്. സാലഡുകളിലും ജ്യൂസുകളിലും ഇത് ഉപയോഗിക്കാം. മെഹർമോൾക്ക് ഇത് കഴിച്ചു നോക്കാൻ ഇഷ്ടമാണോ? ആകാശവെള്ളരി കൊണ്ട് തോരൻ, കിച്ചടി, അവിയൽ, പച്ചടി തുടങ്ങിയ പല വിഭവങ്ങളും ഉണ്ടാക്കാം. തീർച്ചയായും. ആകാശവെള്ളരി ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതിൽ കുറച്ച് ഇഞ്ചി കൂടി ചേർത്താൽ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആകും. മെഹർമോൾക്ക് ജ്യൂസ് ഉണ്ടാക്കണോ? തീർച്ചയായും. ആകാശവെള്ളരി ജ്യൂസ് ജലദോഷത്തിന് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ജലദോഷം വേഗം കുറയ്ക്കാനും സഹായിക്കും. ആകാശവെള്ളരി ജ്യൂസ് കുടിക്കുമ്പോൾ ഇഞ്ചി, തേൻ തുടങ്ങിയ ചേരുവകൾ കൂടി ചേർക്കുന്നത് ഗുണം ചെയ്യും. ആണോ? സൂപ്പർ. അങ്കിൾ തന്നത് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം കഴിക്കണേ. വൗ, ചോക്ലേറ്റ് കിട്ടിയോ? സന്തോഷമായല്ലോ. ചോക്ലേറ്റ് പതിയെ കഴിക്കണേ. സൂക്ഷിച്ചു കഴിക്കണേ. ശരി, ടാറ്റ. കൂട്ടുകാരെ, ഞാൻ ആകാശത്തോട് കഴിച്ചപ്പോഴാണ് ഞാൻ കഴിച്ചു തരാവേ.